ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ സാധാരണയായി കരയുമ്പോൾ മൂക്കിൽ നിന്നും വെള്ളം വരാറുണ്ട് അല്ലേ? എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? നമുക്ക് നോക്കിയാലോ. കരച്ചിൽ ഒരു വൈകാരിക പ്രതികരണമാണ്. അത് സന്തോഷം, വിഷമം, വേദന അല്ലെങ്കിൽ ശക്തമായ വികാരങ്ങൾ മൂലം ഉണ്ടാകുന്നു. കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണീർ ഗ്രന്ഥികളാണ്. ഇത് തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റം നിയന്ത്രിക്കുന്നു. വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. കണ്ണീർ 3 തരത്തിലാണ്. ബേസൽ ടിയേഴ്സ് കണ്ണിനെ നനവുള്ളതാക്കി സംരക്ഷിക്കുന്നു. രണ്ടാമത്തത് റിഫ്ലക്സ് ടിയേഴ്സ്, പൊടി, ഉള്ളി അല്ലെങ്കിൽ ഉത്തേജകങ്ങൾ മൂലം ഉണ്ടാകുന്നു. മൂന്നാമത്തത് ഇമോഷണൽ ടിയേഴ്സ്, വികാരങ്ങൾ മൂലം ഉണ്ടാകുന്നു. സ്ട്രെസ് ഹോർമോണുകളും മറ്റ് രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ഇനി കരയുമ്പോൾ ഉണ്ടാകുന്ന മൂക്കൊലിപ്പിൻ്റെ രഹസ്യം നോക്കാം. ബി കണ്ണീർ ഗ്രന്ഥികൾ അധികമായി കണ്ണീർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കണ്ണിന് അത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ അധിക കണ്ണീർ നാസോലാക്രിമൽ ഡക്റ്റ് എന്ന ഒരു ചെറിയ ട്യൂബിലൂടെ മൂക്കിലേക്ക് ഒഴുകുന്നു. ഇത് കണ്ണിനെയും മൂക്കിനെയും ബന്ധിപ്പിക്കുന്നു. ഈ കണ്ണീർ മൂക്കിലെത്തുമ്പോൾ അത് മൂക്കിലെ ശ്ലേഷ്മവുമായി കലരുന്നു. ഇത് മൂക്കൊലിപ്പിന് കാരണമാകുന്നു. കരയുമ്പോൾ മൂക്കിൻ്റെ ശ്ലേഷ്മ ഗ്രന്ഥികളും കൂടുതൽ സജീവമാകാം. കാരണം വൈകാരിക സ്ട്രെസ് മൂലം പാരസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇത് ശ്ലേഷ്മ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ കരച്ചിൽ മൂക്കൊലിപ്പ് കാരണമാകുന്നത് ശരീരഘടനാപരവും നാഡീവ്യവസ്ഥാപരവുമായ ഒരു സംയോജനമാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്